തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്കെല്ലാം ഉപ്പുവെള്ളം കയറാതിരിക്കാനും മഴക്കാലത്ത് കോൾപ്പാടങ്ങളിലുള്ള വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനും എല്ലാം തന്നെ ക്രമീകരണങ്ങൾ നടത്തുന്ന ഒരു ബ്രിഡ്ജ്, അതാണ് ഏനാമാക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജ്. എന്നാൽ അതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല. കാര്യക്ഷമമായി ഈ ബ്രിഡ്ജിൻ്റെ ജോലികൾ നടക്കാത്തതിനാൽ തന്നെ ഓരോ വർഷവും വളയം ബണ്ട് കെട്ടേണ്ട സ്ഥിതിയാണ്. ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്. തൃശൂർ ജില്ലയുടെ ഭൂരിഭാഗം ഇടങ്ങളിലും വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നത് ഏനാമാവ് റെഗുലേറ്റർ ബ്രിഡ്ജാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി അന്ന് പണി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. യാതൊരു വിധത്തിലുള്ള അറ്റകുറ്റപ്പണിയും ഇതുവരേക്കും നടത്തിയിട്ടില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ ഇല്ലാത്തതിനാലും റെഗുലേറ്റർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 പ്രളയത്തിൽ അതിൻ്റെ പരിണിതഫലം തൃശൂർ നിവാസികൾ അനുഭവിച്ചതാണ്. 57, 60, 63 കാലഘട്ടത്തിൽ ഇതിൻ്റെ റെഗുലേറ്ററിൻ്റെ പണി 65 മുമ്പ് 65-67 ലാസ്റ്റ് ഫിനിഷ് ചെയ്തുള്ളതാണ്. അതിന് മുകളിൽ പെലകിനടിച്ചുള്ളത്. ആ പെലയൊക്കെ ദ്രവിച്ചു. ഇവിടെ ഫ്ലഡ് കഴിഞ്ഞ പിന്നെ 18-19 ഭരണാനുമതി ലഭിച്ച് അതിൻ്റെ TS കഴിഞ്ഞ് ടെൻഡർ ചെയ്ത് ഇതുവരെ നടപടിയായിട്ടില്ല. 8 ചില്ലാനം കോടി രൂപ ഇത് സിവിൽ വർക്കിന് 406.2 ലക്ഷവും മെക്കാനിക്കൽ വർക്കിന് വേണ്ടി 453 ലക്ഷം രൂപയും ഇതിന് അനുവദിച്ചുള്ളതാണ്. അതിൻ്റെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കേസിൻ്റെ പ്രോസസ്സ് ആയിട്ട് കെടുക്ക് മറിയാണ്. ഓരോ വർഷവും 1/2 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാനും ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കാനും വളയംകെട്ട് ബണ്ട് ഇവിടെ നിർമ്മിക്കുന്നത്. മഴ ശക്തമാകുമ്പോൾ ഈ ബണ്ട് പൊട്ടിക്കും. അതിന് കാലതാമസം ഉണ്ടാകുമ്പോഴാണ് കോൾപ്പാടങ്ങളോട് ചേർന്ന പ്രദേശമെല്ലാം വെള്ളത്തിനടിയിലാകുന്നത്. ശാശ്വത പരിഹാരമായി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുതിയ ഷട്ടർ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 5 വർഷത്തിലധികമായി തീരുമാനമെടുത്തിട്ട് ഇതുവരേക്കും പണി തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞുള്ളതാണ്. അത് ടെൻഡറും കഴിഞ്ഞു, അഗ്രിമെൻറ്റ് വെച്ചു. അതിനുശേഷം എടിയഞ്ചിറയിലെ ഒരു വർക്ക് കിട്ടിയ ആൾക്ക് ഇത് വെച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് അയാൾ കേസ് കൊടുത്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരാൾക്ക് ഗുണമായിട്ട് വിധിച്ചു. ഡിവിഷൻ ബെഞ്ച് അയാൾക്ക് ദോഷമായിട്ട് വേറെ വിധി വിധിച്ചു. ഇപ്പോൾ തോറ്റാൻ വീണ്ടും അതിൻ്റെ ഹയർ കോർട്ടായ സുപ്രീം കോടതിയിലാണ് കേസ് നിൽക്കണം. അങ്ങനെ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കണില്ല. ആർക്കൈവയിൽ ഫണ്ടൊക്കെ മാറ്റി വെച്ച കാര്യമാണ്, പ്രവർത്തനത്തിലായില്ല. ഇപ്പോൾ തന്നെ ഒരു 40 ലക്ഷം രൂപ ഓരോ കൊല്ലവും ചിലവ് ചെയ്ത് തൃശ്ശൂർ ജില്ലയിലെ 3 ഇതിൻ്റെ അവിടേക്കായിട്ട് 1 ചില്ലാനം കോടി രൂപ ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുക, ഇടിയഞ്ചിറ, ഏനാമാവും മണിയുമായിട്ട്. സർക്കാർ പദ്ധതിക്കായി ടെൻഡർ നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടമാണ് നിർമ്മാണം വൈകിപ്പിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.